അത് ഗംഭീരമാണ് ആ പടം. എല്ലാവരും പോയി കാണണം, എന്നാലും നിങ്ങൾ പടത്തെക്കുറിച്ച് മനസ്സിലാകത്തുള്ളൂ. ഗംഭീരമാണ്. എടുത്ത് വെച്ചിട്ടുണ്ട്. പക്ക രണ്ടുപേരെ ആക്ടിങ്, റോഷനും ദിലീഷ് പോത്തൻ്റെ ആക്ടിങ് അടിപൊളിയാണ്. പക്ഷേ ദിലീഷ് പോത്തൻ എൻ്റെ പൊന്നോ ഫട്ടെ സൂപ്പർബായിട്ടുണ്ട്. ഭയങ്കര നല്ല നല്ല ആ ക്യാരക്ടറൊക്കെ സൂപ്പറായിട്ടുണ്ട്. ആൻഡ് ഭയങ്കര ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ള ക്ലൈമാക്സ് കൂടി ആയിരുന്നു. സോ ഭയങ്കര ഒറിജിനൽ ആയിട്ടുള്ള ഒരു പക്ക റിയലിസ്റ്റിക് ആയിട്ടുള്ള പടം. പോലീസ് മൂവി ആക്ഷനൊന്നും അല്ല, സ്ലോ പേസ്ഡ് ആണ്, പക്ഷേ എൻഗേജിങ് ആണ്. മൂവിയാണ്. നമുക്കറിയത് ഷാഹി കപൂറിൻ്റെ പോലീസ് സ്റ്റോറികൾ അദ്ദേഹം ഡയറക്റ്റ് ചെയ്ത സിനിമ ഇലവിഴ പൂഞ്ചിറ പോലീസ് സ്റ്റോറിയാണ്. ഈ സിനിമ റൈറ്റർ ആൻഡ് ഡയറക്ടർ അങ്ങനെയാണ്. നമ്മൾ പോലീസുകാരുടെ ലൈഫിലേക്ക് വളരെ റിയലിസ്റ്റിക് ആയിട്ട് കടന്നു ചെല്ലുന്ന ഒരു സിനിമയാണ്. വളരെ ഇമോഷണലി ടച്ചിങ് ആണ്. അതുപോലെ തന്നെ എടുത്തു പറയുന്നതാണ് ദിലീഷ് പോത്തൻ്റെയും റോഷൻ്റെയും പ്രകടനം അതിഗംഭീരമാണ് ഈ സിനിമയിൽ. അപ്പോൾ ഒരു മനസ്സിൽ വിളിക്കുന്ന ഒരു സീൻ പോലെ തന്നെ അവസാനത്തെ ഇത് അതുപോലെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നന്നായിട്ട് പുള്ളി പടം ചെയ്തിട്ടുണ്ട്. ഒരു ഒറ്റ രാത്രിയിലത്തെ ഒരു കഥയാണ് കാണിക്കുന്നത്. പോലീസ് റോന്തിൻ്റെ പല ഇൻസിഡൻറ്റ് നന്നായിട്ട് പടം പുള്ളി പഠിച്ചാണ് പടം ചെയ്തിരിക്കുന്നത്. പോലീസുകാരൻ്റെ ആയതുകൊണ്ട് പുള്ളി അതുപോലെ പോലീസ് കഥ അതുപോലെ ഭംഗിയായിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഉഗ്രം പടം. അതാ പറയുക, അവസാനം നമ്മളൊരു ഇമോഷണൽ ആക്കുക പടം. അവസാനത്തെ ഒരു സീൻ നമ്മളെ ഇലവിഴ പൂഞ്ചിറയുടെ അവസാനം പോലെ തന്നെ നമ്മുടെ ഒരു മനസ്സിനെ ഒരു ഉലയ്ക്കുന്ന ഒരു സീനാണ് കാണിക്കുന്നത്. കുഴപ്പമില്ല, ഉഗ്രം പടം, അടിപൊളി. നമുക്ക് പ്രേക്ഷകർക്ക് തന്നിരിക്കുകയാണ്. നല്ല ത്രില്ലിംഗ് മൂവിയാണ്. അത് പണം കാണണം, നമുക്കത് പറഞ്ഞു തരാൻ പറ്റുന്നില്ല. ഗംഭീരമാണ്. അവസാനത്തെ എൻഡിങ്ങൊക്കെ പെർഫോമൻസ് എല്ലാവരും ഈച്ച് ആൻഡ് എവ്രി വൺ നല്ല ഗംഭീരമായിട്ട് അവരുടെ കഥാപാത്രങ്ങൾ നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട് ആ പടം. സൂപ്പർ. വൺ ഓഫ് ദി ബെസ്റ്റ് റിയൽ ലൈഫ് പോലീസ് സ്റ്റോറി എന്ന് പറഞ്ഞാൽ പറയാം. പോലീസുകാരുടെ ലൈഫാണ് പറഞ്ഞു പോകുന്നത്. പോലീസുകാർക്കൊരു ജീവിതം ഉണ്ടെന്നും അവർക്കും കുടുംബങ്ങളുണ്ടെന്നും അവർക്ക് ഇമോഷൻസ് ഉണ്ടെന്നാണ് പടം പറഞ്ഞു പോകുന്നത്. ഷാഹിദ് കബീറിൻ്റെ ബെസ്റ്റ് മൂവി എന്ന് തന്നെ പറയാം. അത് ഇലവിഴ പൂഞ്ചിറയ്ക്ക് ശേഷം പുള്ളി ഡയറക്റ്റ് ചെയ്യുന്ന പടമാണ്. പിന്നെ സ്ക്രിപ്റ്റ് ലാസ്റ്റ് വന്നിരിക്കുന്ന ഓഫീസർ ഓൺ ഡ്യൂട്ടി സൂപ്പർ മൂവിയായിരുന്നു. സോ ത്രില്ലർ മൂവീസ് ഇഷ്ടമുള്ളവർക്ക് മസ്റ്റായിട്ട് തിയേറ്ററിൽ വന്ന് കാണാൻ പറ്റിയൊരു പടം തന്നെ ആയിരിക്കും റോന്ത് എന്നുള്ളത്. റോഷനും അതുപോലെ തന്നെ ദിലീഷ് പോത്തനും അസാധ്യ പെർഫോമൻസ് ആണ്. ഒരു ഇമോഷണൽ കണക്റ്റഡ് ആണ്. അവരുടെ പോലീസുകാരുടെ ലൈഫാണ് പക്കായിട്ട് പറഞ്ഞു പോകുന്നത്. അപ്പോൾ തിയേറ്ററിൽ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ത്രില്ലർ എക്സ്പീരിയൻസ് കിട്ടും. വളരെ ഇമോഷണലി ഹോണ്ടിങ് ആണ്. സിനിമയുടെ ക്ലൈമാക്സും അങ്ങനെ വളരെ റിയലിസ്റ്റിക് ആയിട്ടാണ് സിനിമ കൈകാര്യം ചെയ്തിരിക്കുന്നത്. അപ്പോൾ പോലീസ് സ്റ്റോറികൾ ഇഷ്ടപ്പെടുന്നവർക്ക് ഇപ്പോൾ ഷാഹി കപൂറിൻ്റെ പേര് കണ്ട് ഈ സിനിമയ്ക്ക് വരുന്നവർ ഒരിക്കലും നിരാശപ്പെടുത്തേണ്ടി വരില്ല.